നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പീക്കിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. കാന്താരി മുളക് നല്ല എരിവായിരിക്കും കേട്ടോ. കണ്ണിലൊക്കെ തൂത്താലേ കണ്ണ് പുകയും നന്നായിട്ട്. വയറിൽ തേച്ചാലും എവിടെ തേച്ചാലും പുകയും. ഇതിന്റെ ഞെട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഇതിന്റെ ഇവിടെയൊക്കെ കൊണ്ടാല് പുകയും. നമുക്ക് ഞെട്ടോടുകൂടി പറിക്കാം കേട്ടാ. ഇല്ല, നമുക്കാ പുകയുള്ളൂ. നല്ല കാന്താരി മുളക്. ഇത് എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് മീൻ പീര ഉണ്ടാക്കാനാണ്. ഇത് അപ്പോഴാണിത് നമ്മുടെ നട്ട മുളകിൽ ഉണ്ടായതാട്ടോ. രണ്ട് നല്ല മൂത്ത മുളക് കിട്ടി. ഇഞ്ചിയും മഞ്ഞളൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ കൂടെ നട്ടിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചുമ്മാ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതും പറിച്ചിട്ടുണ്ട് കൂടെ. എനിക്ക് കൊഴുവ എന്നുള്ള പേര് വരില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ഒഴുകാന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ഒഴുകാന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കുക എല്ലാവരും. കൊഴുവയാണ് ശരിക്കും തോന്നുന്നു. എന്തായാലും കൊഴുവ പീര വയ്ക്കാൻ പോകാം നമുക്ക്. കുടംപുളി കേട്ടത്. കുടംപുളി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് കുതിരാൻ വയ്ക്കാം. നമുക്കല്ല കരയ്ക്കുന്നേ, കഴുകിയിട്ടേക്കണാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കുമല്ല, ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് തേങ്ങ, ഒരു 4 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ കാന്താരി മുളക്, കറിവേപ്പില, ഇത്രയും കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ഒതുക്കാം അല്ലേ. അതാണ് അരയ്ക്കാൻ ഏറ്റവും ഇഷ്ടം. അരക്കണ്ട കേട്ടോ, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയേ. ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല, എന്നാലും കുറച്ച് തേങ്ങ വേണം. ഞാനൊരു 1 കിലോ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ കൊഴുവയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചുവന്നുള്ളി നന്നായിട്ട് വേണ്ടോ. തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണേ. കുറച്ചുണ്ട് നന്നായിട്ട്. അപ്പം അത് ഒതുക്കിയെടുക്കാൻ ഞാൻ അമ്മേമേലെ അരക്കുന്നുണ്ട്. ആർക്കും തോന്നരുത് കേട്ടോ. അരച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല. അങ്ങനെ കറണ്ട് ഇല്ലാത്തപ്പോൾ വല്ലപ്പോഴും, പക്ഷെ ഇന്ന് കറണ്ടുണ്ട്. മീൻ പീര വയ്ക്കുമ്പോൾ എപ്പോഴും അമ്മേമേലെ വെച്ച് അരച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് മമ്മിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മേമേലെ അരയ്ക്കുന്നത് തന്നെയാണ് അതിന് രുചി കൂടുതൽ. അപ്പം അതുകൊണ്ട് അമ്മേമേലെ അരച്ചുണ്ടാക്കാമെന്ന് ഓർത്തു. വെളുത്തുള്ളിക്കൊന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. അരയണ്ട, ചതഞ്ഞാൽ മതി. എങ്ങാനും മുഖത്തേക്ക് എങ്ങാനും തുടച്ചാൽ നല്ല രസമായിരിക്കും. അമ്മിക്കല്ലില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അമ്മിക്കല്ലില്ലാത്തവർക്ക് മിക്സിയിൽ ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം കേട്ടോ. തേങ്ങയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കറക്കിയെടുത്താൽ മതി. അരയരുത്, തേങ്ങയൊക്കെ ഒന്ന് കറങ്ങി വന്നാൽ മതി. അരഞ്ഞു പോയി. അടുത്തത് നമ്മുടെ ചുവന്നുള്ളി. ചുവന്നുള്ളി നമുക്ക് കുത്തിച്ചവയ്ക്കാം അല്ലേ. ചുവന്നുള്ളിയൊക്കെ ചതഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ റെഡി. നമ്മൾ ഉപയോഗം കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്മയ്ക്കല്ലേ കഴുകിയിടും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ. എന്ത് കൊഴുവ. ഏതാണ്ട് 1 കിലോയ്ക്ക് എടുത്തുണ്ടെന്ന് തോന്നണം. അപ്പോൾ നമ്മൾ ആദ്യം ഒതുക്കി വെച്ച തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം കേട്ടോ. മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ചേരാനുള്ളൊരു മഞ്ഞപ്പൊടി കൂടി വെച്ചിട്ട് കൈ കൊണ്ട് ശരിക്കും ഒന്ന് തിരുമണം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആണ്. ചട്ടി, കറുത്ത ചട്ടി, കരി പോകാത്ത ചട്ടി.
അതാണ് അതിൻ്റെ ചെറിയ പണ്ടൊക്കെ നമ്മൾ ഈ പുകയില്ലാത്ത ഇത് തേടി പണ്ട് പുകയുള്ള അടുപ്പുള്ള കാലത്ത് പുകയില്ലാത്ത ഭക്ഷണം തേടി പോകും ഹോട്ടലുകളിലൊക്കെ. അവിടെ ഗ്യാസായിരിക്കും മിക്കവാറും ഹോട്ടലുകൾ. അപ്പോൾ ഈ പുകച്ചോവ മാറാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസിൻ്റെ അതിക്രമം വന്നതോടുകൂടി ഉണ്ടല്ലോ ഞങ്ങൾക്ക് എവിടെയും പോകുമ്പോൾ ഈ പുകയുള്ള ചായ കുടിക്കാനൊക്കെ പോകും. നീ ഓർക്കല്ലേ പന്ത്രണ്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ തപ്പി കൊണ്ടുപിടിക്കുക അതിൻ്റെ ചായക്കട കണ്ട് പുകച്ചോവയുള്ള അടുപ്പിൽ ഓലയിൽ കത്തിക്കണ ചായയുള്ള അല്ല അങ്ങനെയല്ല ഒരു ചെറിയ വാട്ടച്ചോവ വരുമ്പോൾ അതിന് ആ ഒരു ചോവിട്ടാണല്ലോ ചായ ഒരു രസമാണ്. കറിവേപ്പിലയാണ് മണവും രുചിയും കിട്ടും. അല്ല ഭക്ഷണത്തിലെ വിഷാംശം പോകാൻ നമ്മുടെ ഭക്ഷണത്തിലേ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിലേ ആ വിഷമൊക്കെ പോകുന്നതാണ് പറയണത്. അങ്ങനെ എന്താ അതിൻ്റെ മുന്നോട്ട് മനസ്സിലായാ എന്നാ എന്നാ എന്താ കരിവേപ്പില വിഷം എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആ ഭക്ഷണത്തിന് പോകാനായിട്ടാണ് കരിവേപ്പില ഇടുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ കരിവേപ്പില കഴിക്കരുത്. കാരണം പണ്ട് കാരണന്മാർ പറഞ്ഞ ഈ കരിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ട് കിടന്ന സാധനം. അപ്പോൾ അത് ഈ ഭക്ഷണത്തിലെ വിഷാംശം വഹിക്കാനാണ് നമ്മൾ കരിവേപ്പില ഇടുന്നത്. അപ്പോൾ ആ കരിവേപ്പില കളഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ നാളെ നഴ്സറിയിലെ ടീച്ചർ എല്ലാവരും അങ്ങനെയല്ല. വൈറ്റമിൻ്റെ കാര്യത്തിന് ക്ലാസ് ആ കറിവേപ്പില അതായത് പ്ലെയിൻ കറിവേപ്പില അല്ല ടീച്ചർ പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലേ ഇട്ട് കഴിഞ്ഞാൽ ആ കരിവേപ്പില കളഞ്ഞിട്ട് നമ്മൾ കുടമ്പളി കഴിക്കത്തില്ല. പക്ഷെ കുടമ്പളി ഒരുക്കി കുഴപ്പമില്ല വണ്ണം കുറയ്ക്കാനുള്ളവർക്കൊക്കെ. ടീച്ചർ എന്ത് പറഞ്ഞു ഇങ്ങനെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെന്ത് വരുമ്പോൾ ബാക്കി ചേർക്കാം. മൊത്തം ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഇതിനകത്തേക്ക്. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴല്ലേ ഇതിനകത്ത് തന്നെ വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ്സിന് വെള്ളം അത് പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ പീര ഉണ്ടാക്കാൻ പോണതേ റോക്കറ്റ് അടുപ്പിലാട്ടോ. ഇത് നമ്മുടെ റോക്കറ്റ് അടുപ്പ്. ഇതാണ് നമ്മുടെ റോക്കറ്റ് അടുപ്പ്. കാര്യം കുറച്ച് കാശ് പോയെങ്കിലുണ്ടല്ലോ ഈ തിരുവല്ലക്കാരൻ ഒരു ചേട്ടൻപുള്ളി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. കുറേ ആളായിട്ടോ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊരു പോരായ്മ ഉണ്ട്, ചൂട് കുറവാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കത്താനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കത്തിക്കാം. ആദ്യം നമുക്ക് ചിരട്ട ഇട്ട് കൊടുക്കാം. ചിരട്ട ഇട്ട് വെച്ച് നമുക്ക് ചകിരി ഇട്ടു ഓലയും കൂടെ വെക്കാം. ഓലയും കൂടെ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇതുണ്ട് കേട്ടോ. അതിക്കടെയാണ് ശരിയും നമ്മൾ വിറക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിക്കടെ കേട്ടോ ഫീഡുണ്ട് അവിടെ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ കാറിലൊക്കെ ഇട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കുക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിനെ അടുപ്പ് കൂട്ടണ്ട. ഇത് കഴിയുമ്പോൾ പിന്നെ ചൂട് കിട്ടും. ഇതിൻ്റെ അടുത്ത് നിന്ന് ഈ ചൂട് കിട്ടാൻ ഫുൾ ട്യൂബ് ചൂടാവുമല്ലേ. അപ്പോൾ ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതിന് ചൂട് കിട്ടും. കൈ തൊട്ട് ചൂട് പിടിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനാണ് കേട്ടോ അത് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ ചുമ്മാ മേടിച്ചതാണ്. ചാരം താഴേക്ക് വിടാം. നമുക്ക് ശരിക്കും അടുപ്പ് കൂട്ടണേൻ്റെ ആ ഒരു 3 കല്ല് വെച്ച് അടുപ്പ് കൂട്ടണേൻ്റെ അത്രയും ബുദ്ധിമുട്ടുകളില്ല. കുണ്ടാവും എടുത്തുകൊണ്ട് പോവാം. ചൂടാറി കഴിയുമ്പോൾ നേരെ എടുത്ത് വണ്ടിയിലേക്ക് ഇടാൻ എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള കലമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നൊരു സെറ്റപ്പ് അതിനുള്ളത്. പിന്നെ ഇവർ പറയണത് പച്ച വിറക് ഇട്ട് കത്തിക്കാന്നൊക്കെ നടക്കുന്ന കാര്യമില്ല. പക്ഷേ മുട്ടിക്കടി വെച്ച് കൊടുക്കാൻ നല്ലോണം ചൂടാവും. ഇത് നമ്മൾ ചുള്ളിക്കമ്പൽ വയ്ക്കണം. അപ്പോൾ ഇത് തീ എളുപ്പമാട്ടോ. എന്ന് പറഞ്ഞാൽ കർപ്പൂരം അല്ലെങ്കിൽ മണ്ണെണ്ണ വെച്ച് കൊടുത്താലും മതി, പെട്ടെന്ന് കത്തും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ കത്തണുണ്ടാവാം. അതെ, പടിഞ്ഞാറ് വശത്ത് നിന്ന് കാറ്റ് തന്നെ. സംഭവം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നാടൻ അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരില്ല, അവർക്ക് അത്ര ഇതല്ല കേട്ടോ. നാടൻ അടുപ്പിന് 350 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് താഴെ ഉള്ളൂ നാടൻ അടുപ്പുകളൊക്കെ. കല്ലെടുപ്പ് അല്ലെങ്കിൽ ഇഷ്ടം പോലത്തെ മറ്റേ മണ്ണിലുള്ള അടുപ്പൊക്കെ, മണ്ണടുപ്പുകൾ. അപ്പോൾ ആ മണ്ണടുപ്പ് നമ്മൾ മേടിക്കാൻ ഇത്രയും കാശില്ല. ഇതിന് ഇത്തിരി കാശുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി എടുത്ത് വയ്ക്കാം. നമ്മൾ മൂട തുറന്നു, നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, ഒരു കഷ്ണം പോയിട്ടോ സാറിന്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഇളക്കണ്ട, ഇളക്കിയാൽ ഈ പറഞ്ഞാൽ പൊടിഞ്ഞു പോകും. ചിലർക്ക് പൊടിയണത് ഇഷ്ടമാണ്, ചിലർക്ക് മീനായിട്ട് കടിക്കണ തന്നെ വേണം.
അപ്പോൾ ഇത് നമുക്ക് മീനായിട്ട് തന്നെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്നോടെ ആവട്ടെ കേട്ടോ. Are you goalie? Are you goalkeeper? Oh, what a fantastic it is. ഗോൾ എടുക്കാൻ അങ്ങനെ പോയി കഴിഞ്ഞതേ കിടക്കും പത്തക്കേ ഓ ഇപ്പൊ മാളൂട്ടി പറന്ന് തെങ്ങി കയറിയത്. ഓ പീരോട്ട് ചോറിനോ അടിപൊളി. വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ. അതാണ് നടുക്കുന്ന ഞാനൊന്നും മാറ്റി വെക്കണത്. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ എന്താ പച്ച വെളിച്ചെണ്ണ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ അങ്ങ് വെതറി അങ്ങ് എടുത്തിട്ട് ഒന്നോടെ അങ്ങോട്ട് ഇളക്കി ആക്കി എടുക്കാം. ഓക്കെ, perfect. Okay, and the test and 2 and the 10 and the cone and the back. Okay, നല്ലോണം പറയോ? and the test and 2 and the 10 and the cone and the back. 2 and the 10 and the cone and the back. 2 and the 10 and the cone and the back. 2 and the 10 and the cone and the back. Okay, 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 perfect. Okay, okay. മച്ചാനത് ഒരളിയ. 2 and the 10 and the cone and the back. 2 and the 10 and the cone and the back. 2 and the 10 and the cone and the back. 2 and the 10 and the cone and the back. ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, ഉപ്പേരി, അപ്പേരി ഒക്കെ. ഇതിനകത്ത് കിട്ടോ മീൻ തരാം. മീൻ മുള്ളു വയറച്ചോ വയറ് തുറന്നു വയറ് തുറന്നു ഒന്നുകൂടെ ഇത് മാത്രമേ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. മച്ചാനത് ഒരളിയ.